പണിയൊക്കെ ഒന്ന് വേഗം തീർത്തിട്ട് വേണം കുറച്ച് സമയം റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചിരിക്കണവരായിരിക്കും മിക്കവരും അല്ലേ. എന്നാൽ ഈ അമ്മമാരോ ഇന്നിപ്പോൾ എന്ത് പണിയാ ചെയ്യാ എന്നാലോചിച്ചിട്ടായിരിക്കും ഓരോ ദിവസവും എണീറ്റ് വരണം തന്നെ. അങ്ങനെയും കൂടെ പറയാൻ പറ്റുമോന്ന് അറിയില്ല കേട്ടോ. കാരണം എനിക്ക് തോന്നുന്നു ഇത് തലേ ദിവസം രാത്രി തന്നെ പ്ലാൻ ചെയ്ത് വെക്കണ്ടാവുന്ന്. കാരണം ഉണ്ടല്ലോ, രാവിലത്തെ പണികൾ ഏകദേശം ഒന്ന് ഒതുങ്ങിയാലേ, രാവിലത്തെ ഭക്ഷണം കഴിക്കലും ഉച്ചക്കത്തേക്കുള്ള ഭക്ഷണം റെഡിയാക്കലും ഒക്കെ കഴിഞ്ഞാല് ഒട്ടും തന്നെ ആലോചിച്ച് നിൽക്കുന്നത് കാണാറില്ല. ഇതുപോലെ നമ്മുടേതായിട്ടുള്ള അടുത്ത പണികളിലേക്ക് അങ്ങോട്ട് ഇറങ്ങും. ഇന്നിപ്പോൾ അതാ കയ്യിൽ കിട്ടിയത് ഓലയാണ്. ഓലയല്ലല്ലോ, പട്ട അല്ലേ. അതിനെ ഇങ്ങനെ ഓരോന്നായിട്ട് വെട്ടിയെടുക്കുന്നതിനെയാണല്ലോ ഓല എന്ന് പറയുക. അല്ല, തെങ്ങോല തന്നെയാണോ അതിനെ പറയുക? എന്തായാലും സംഭവം മനസ്സിലായല്ലോ. അതിനെയാണെന്ന് ഇപ്പോൾ കയ്യിൽ കിട്ടിയത്. കൂട്ടത്തിലൊരു വെട്ടുകത്തിയും എടുത്തിട്ട് വന്ന് അതിൻ്റെ ഓലകളിനെ എല്ലാം വെട്ടിയെടുത്ത് ദാ ഇതുപോലെ കയറിട്ട് കെട്ടിവെക്കുന്നുണ്ട്. ഓല കെട്ടിയെടുത്തതിന് അപ്പുറത്തോട്ടൊന്നും കൊണ്ട് എടുത്തു വെക്കാതെ നമ്മുടെ തിണ്ണയുടെ ഈ സൈഡിലോട്ട് തന്നെ ഇട്ടപ്പോൾ എനിക്ക് മനസ്സിലായി ആളിന്നിപ്പോൾ ചെയ്യാൻ പോണത് ഇതുകൊണ്ടുള്ള കലാപരിപാടിയാണെന്ന്. അതിനവിടെ ഇട്ടിട്ട് അമ്മ പിന്നെ നേരെ പോയതുണ്ടല്ലോ, നമ്മൾ തലേ ദിവസം അടുപ്പ് കത്തിച്ചതിൻ്റെ ചാരം നമ്മൾ രാവിലെ അടുപ്പ് കത്തിക്കുന്നതിന് മുമ്പേ അതെടുത്ത് മാറ്റൂലോ. ആ ചാരത്തിൻ്റെ ആ പാത്രവും എടുത്തിട്ട് ദാ വിറക് അടുക്കി വെച്ചതിൻ്റെ മുകളിലോട്ട് പോയിട്ട് അവിടെ ഇട്ട് ഇങ്ങനെ വെതറിക്കൊണ്ടിരിക്കുക. വെതറാന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ അല്ലേ. അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തിനാന്ന് ചോദിച്ചപ്പോൾ ഇങ്ങനെ ഇടുകയാണെന്നുണ്ടെങ്കിൽ ചെതൽ വരണത് കുറയൂ അത്രേ. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നതെന്നാണ് കേട്ടോ പറഞ്ഞ്. ഇനിയിപ്പോൾ മഴയൊക്കെ അല്ലേ വരണേ. അപ്പോൾ മഴയായതുകൊണ്ട് തന്നെ ഇങ്ങനെ ഓലക്കെട്ടുകളും വിറകുകളും ഒക്കെ മഴക്കാലത്ത് കത്തിക്കാനായിട്ട് നനയാതിരിക്കാൻ ഇതുപോലെ ഇങ്ങനെ അടുക്കി പെറുക്കി ഇങ്ങനെ ഒരു ടാർപ്പായ കൊണ്ട് അടച്ച് സൂക്ഷിച്ച് വെക്കലാണ് പതിവ്. അപ്പൊ നനവൊക്കെ തട്ടിക്കഴിഞ്ഞാൽ ചെതൽ കയറുമല്ലോ, അത് ഒഴിവാക്കാനായിട്ടാണ് എന്നാണ് കേട്ടോ അമ്മ പറയുന്നത്. ഈ അടുക്കി വെച്ചിരിക്കുന്നത് ഇപ്പം ഇപ്പുറത്ത് കാണുന്നതല്ലാതെ ഇപ്പുറത്തെ സൈഡിലോട്ട് വിറകൊക്കെ അടുക്കി വെച്ചിട്ടുണ്ട്. അതൊക്കെ അമ്മ ഒരു കല്ലൊക്കെ വെച്ച് അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഹൈറ്റ് ആയിട്ടാണ് കേട്ടോ അടുക്കി വെച്ചിരിക്കുന്നത്. ഈ സൈഡിൽ ഇങ്ങനെ ഓട് വെച്ചിരിക്കണ കണ്ടില്ലേ, അത് ആ ഹൈറ്റിലുള്ളത് കൊണ്ട് തന്നെ അതിൻ്റെ താഴെ നായൊക്കെ പോയി കിടന്ന് മണ്ണൊക്കെ മാന്തി എടുത്ത് വൃത്തികേടാക്കുന്നു പറഞ്ഞിട്ട് നായ കയറി പോവാതിരിക്കാനായിട്ടാണ് കേട്ടോ അമ്മ ഇങ്ങനെ ഓടൊക്കെ വെച്ച് മറച്ചു വെച്ചിരിക്കുന്നത്. അതൂടെ കഴിഞ്ഞ് വന്നതാ നേരത്തെ കെട്ടിവെച്ചിരുന്ന ഓലയുണ്ടല്ലോ, അതിൻ്റെ കെട്ടഴിച്ചിട്ട് ഈള് ചീന്തതാണ് കേട്ടോ ഇവിടെ പറയുക ഇങ്ങനെയുള്ളതിനെ. അതായത് നമ്മൾ ഈ ഓല ചീന്തി എടുത്തിട്ട് ഓലച്ചൂരുണ്ടാക്കില്ലേ, അതിനെ നമ്മളിവിടെ പറയാറുള്ളത് ഈള് ചീന്താന്നാണ് നമ്മളുടെ നാട്ടിൽ കേട്ടോ. ഇങ്ങനത്തെ വാക്കുകളൊക്കെ പറയാറുള്ളവരും കേട്ടിട്ടുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. ഒന്നോ രണ്ടോ പട്ടട ഓലകൾ വെട്ടിയെടുത്ത് ഇതുപോലെ ചീന്തി ഈർക്കിലാക്കി അതിനെ ഒരുമിച്ചാക്കുമ്പോഴാണല്ലോ ഒരു ചൂലുള്ളത് കിട്ടാറുള്ളൂ അല്ലേ. അതിന് എത്ര സമയം ഇരിക്കണം? കുറച്ചധികം സമയം. അതായത് ഓരോ ഓലയും ചീന്തിയെടുത്ത് അതിൽ ഇങ്ങനെ കുഞ്ഞ് നൈസായിട്ടുള്ളതും ഒക്കെ ചീന്തിയെടുത്ത് നീറ്റാക്കി എടുക്കുമ്പോഴത്തേനും ഒരുപാട് സമയമാവുമല്ലോ. നമ്മളിവിടെ കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ അത്രയും നീറ്റായിട്ടൊന്നും തോന്നാറില്ല അല്ലേ. അതുമാത്രമല്ല അതിനകത്ത് ഇങ്ങനെ നമ്മുടെ ഒരു കൈപ്പിടി അളവിലുള്ള അത്രയും ഉണ്ടാവാറും ഇല്ല. നമ്മൾ അവിടെ വീട്ടിലൊക്കെ പറയാറുള്ളത് നമ്മുടെ ഒരു പിടി അളവിലെങ്കിലും ഇറുക്കിൽ വേണം ഒരു ചൂലിന് എന്നാണ് കേട്ടോ. അപ്പോഴാണല്ലോ നമുക്കത് നീറ്റായിട്ട്, അതും വളരെ നീറ്റായിട്ട് നമ്മൾ അമ്മ വീട്ടിൽ തന്നെ ചീന്തിയെടുക്കുമ്പോൾ അത്രയും നീറ്റായിട്ടാണ് ഓരോ ഇറുക്കിലും കിട്ടുക. നമ്മൾ മുൻപ് ഇവിടെ ഒലവക്കോടൊക്കെ നമ്മൾ കടകളിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോഴൊന്നും ഇത്രയും നീറ്റായിട്ടും ഉണ്ടാവില്ല. മാത്രമല്ല അതിനകത്ത് ഇറുക്കിലിൻ്റെ അളവും വളരെ കുറവായിരിക്കും. അപ്പോൾ അമ്മ ഇതേപോലെ ഒരുപാട് സമയം ഇരുന്ന് കഷ്ടപ്പെട്ട് ചീന്തിയെടുത്ത് എന്നിട്ടാണ് കേട്ടോ നമുക്കിവിടെ ഒലവക്കോട്ടേക്കായിട്ട് ചൂല് തന്നു വിടാറുള്ളത്. അമ്മമ്മ കാര്യമായിട്ട് പണി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അമ്മമ്മയുടെ പേരമക്കളും കൂടെ കൂടിയിട്ടുണ്ട്. സഹായിക്കുക എന്നുള്ള പേരിലാണ് മക്കൾ കൂടിയിരിക്കുന്നത്. പക്ഷേങ്കിൽ അത് ഇരട്ടിപ്പണിയല്ല, അതിൻ്റെ അപ്പുറമാണ്. കാരണം അമ്മ ചീന്തി വെക്കുന്നതിനെയൊക്കെ നമ്മളെ ഹൃദയ ബേബി എടുത്തുകൊണ്ട് പോലാണ്, എടുത്ത് പൊട്ടിക്കലൊക്കെയാണ് കേട്ടോ. മൊത്തത്തിൽ പണിയായിട്ടാണ് അമ്മ ഇരിക്കുന്നത്. ഈ ഒരു ചൂലുള്ളത് നിന്ന് ചീന്തണം എന്ന് അമ്മ വിചാരിച്ചതാണ്. പക്ഷേങ്കിലുണ്ടല്ലോ അമ്മ ഇപ്പം അവിടെ കെട്ടി വെച്ചിരുന്ന ആ ഒരു ഓലക്കെട്ട് മാത്രമായിട്ട് ചീന്തി എടുത്തിട്ട് അമ്മ തൽക്കാലത്തേക്ക് ഈ ദിവസം ഈ പണി അങ്ങോട്ട് ഒഴിവാക്കി. കാരണം വേറെ വഴിയില്ല, മക്കൾ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ. ഇത് തന്നെ അമ്മ ചീന്തിയെടുത്തത് എങ്ങനെയോ കഷ്ടപ്പെട്ടിട്ടാണ്. പിന്നെ ആള് നേരെ ഇതാ ആ ഓലക്കെട്ടിനെ എടുത്തു വെക്കാനായിട്ടാണ്, നമ്മൾ ഈ ഈർക്കിൽ ചീന്തിയെടുത്തതിൻ്റെ ഓലയുണ്ടല്ലോ അതിനെ അടുപ്പ് കത്തിക്കാനായിട്ട് എടുത്തു വെക്കാനായിട്ടാണ് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ ആ മൂടി വെച്ചതിൻ്റെ സംഭവം എല്ലാം എടുത്ത് മാറ്റിയിട്ട് ഈ ഓല നനയാതെ എടുത്തു വെക്കാനുള്ള ഒരു പ്ലാനോട് കൂടിയിട്ട് മാത്രമാണ് ഇങ്ങോട്ട് എത്തിയത്. പക്ഷേങ്കിൽ ഇവിടെ എത്തിയപ്പോൾ ആ പ്ലാന് മൊത്തം അങ്ങോട്ട് മാറി. അതവിടെ വെച്ചിട്ട് ഇന്നത്തെ പണി അങ്ങോട്ട് അവസാനിപ്പിക്കുന്നതാണ് ഞാൻ വിചാരിച്ചത് കേട്ടോ സത്യത്തിൽ. പക്ഷേങ്കിൽ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ അമ്മ നേരത്തെ വീണിരുന്ന ഓലയുടെ തലഭാഗമായിട്ടുള്ളതിന് ഇങ്ങനെ മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു വെട്ടുകത്തി എടുത്തിട്ട് വാന്ന് പറഞ്ഞു. ഞാൻ അത് എടുത്തുകൊണ്ട് കൊടുത്തു കേട്ടോ. അപ്പോഴും ഞാൻ വിചാരിച്ചത് ആ ഒന്നോ രണ്ടോ പട്ടകൾ വീണതിനെ മുറിച്ചെടുത്തിട്ട് ഇതാ ഇതുണ്ടല്ലോ, ഇതിനെ മുറിച്ചെടുത്തിട്ട് നനയാത്ത പോലെ അതിനകത്ത് ഒതുക്കി വെക്കാൻ വേണ്ടിയിട്ടായിരിക്കും എന്നാണ്.
ഇത് മാത്രല്ല കേട്ടോ അവിടെ നടന്നത് എന്താന്നുള്ളത് വഴിയെ കാണാം. അമ്മ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ദാ ഒരു നായ വന്ന് നിൽക്കുന്നുണ്ട്. അമ്മ എന്താ ചെയ്യണത് നോക്കി നിൽക്കുന്നുണ്ട്. അമ്മ അവൻ്റെ അടുത്ത് എന്തൊക്കെയോ കാര്യമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ദാ ഇതുപോലെ ഓലയൊക്കെ വിട്ടെടുത്തു. എന്നിട്ട് അതിൻ്റെ തണ്ടൊക്കെ ഉണ്ടല്ലോ അതിനെല്ലാം മുറിച്ചെടുത്തിട്ട് ഈ സമയങ്ങളിലും അവിടെ ഇങ്ങനെ മഴ ചില ദിവസങ്ങളിൽ മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. 3 മണി സമയത്തൊക്കെ ആണെന്നുണ്ടെങ്കിലും മഴ വരുന്നുണ്ടായിരുന്നു. അതല്ലാതെയാണെന്നുണ്ടെങ്കിൽ രാവിലെയും കുറച്ച് സമയം ഇങ്ങനെ പാറുക, മഴ പാറി പോവുക, വെയിൽ അങ്ങനെയൊക്കെ ആയിരുന്നു. ഞാൻ പറയാൻ പറഞ്ഞൊരു കാര്യം പറയേണ്ട ആവശ്യമില്ല, മനസ്സിലാവുന്നുണ്ടാവും. ഈ വീഡിയോയും നമ്മുടെ കഴിഞ്ഞ കുറച്ച് ദിവസത്തെ വീഡിയോകൾ പോലെ തന്നെ വെക്കേഷൻ സമയത്ത് ഞങ്ങൾ വീട്ടിൽ പോയപ്പോൾ എടുത്ത വീഡിയോകളിൽ ഒന്ന് തന്നെയാണ് കേട്ടോ. ഇത് പക്ഷെങ്കിൽ നമ്മൾ തിരിച്ചിങ്ങോട്ട് വരുന്നതിൻ്റെ 3-4 ദിവസം മുൻപ് എടുത്തതാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെ ബാക്കി കണ്ടില്ലേ, ആ ഓലക്കെട്ട് അവിടെ വെച്ച് ഇങ്ങോട്ട് വരുമെന്ന് പറഞ്ഞ ആൾക്ക് അതവിടെ വെക്കുന്ന സമയത്ത് എന്തോ അടുക്കി വെച്ചതിനകത്ത് ഒരു ഭംഗി കുറവ് ഫീൽ ചെയ്തു തോന്നുന്നു. കംപ്ലീറ്റ് അങ്ങോട്ട് വലിച്ച് താഴെ ഇട്ടടാ. ഞാൻ തന്നെ പറയുന്നുണ്ട് അമ്മ അത് കുഴപ്പമില്ല, നീറ്റായിട്ട് തന്നെയാണ് ഇരിക്കണേ, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞാൽ അമ്മ അതിന് കംപ്ലീറ്റ് വലിച്ച് താഴെ വാരിയിട്ടു. എന്നിട്ട് ഇതാ വീണ്ടും അതിനെയൊക്കെ അടുക്കി പെറുക്കി വെച്ചു. നമ്മളാണെന്നുണ്ടെങ്കിൽ എപ്പോഴാ ഒന്ന് വേഗം തീരുക, സമാധാനത്തിൽ ഇരിക്കുക എന്ന് പറഞ്ഞിരിക്കുമ്പോൾ ആളുണ്ട് ഇതാ പണി ഉണ്ടാക്കിക്കൊണ്ടിരിക്കണു. ഇവിടെ അമ്മ അടുക്കി വെച്ചിരിക്കുന്ന ഓലക്കെട്ടുകളുണ്ടല്ലോ അതിനകത്ത് ഒരു കെട്ട് മാത്രം ഇനി ഈർക്കിലെടുക്കാനുള്ളതാണ്. അതല്ലാത്തതെല്ലാം അമ്മ ഈർക്കിലാക്കി ചീന്തിയെടുത്ത് ഓല ചീന്തിയെടുത്ത് നമ്മൾ ചൂലിനായിട്ടുള്ള ചീന്തിയെടുത്തതിൻ്റെ ബാക്കിയാണ് കേട്ടോ. അപ്പം നല്ല ഓലകൾ കിട്ടുന്ന സമയത്ത് നമ്മളെ നീളത്തിലുള്ളതൊക്കെ വേണമല്ലോ. അപ്പം അങ്ങനെയുള്ള ഓലകൾ കിട്ടുന്ന സമയത്ത് അമ്മ എന്തായാലും ചൂലുണ്ടാക്കാനായിട്ട് അതിനെ മാറ്റി ഇതുപോലെ കെട്ടിവെച്ച് ചൂലാക്കിയതിന് ശേഷം മാത്രമാണ് കേട്ടോ കത്തിക്കാറുള്ളൂ. ഇനിയിപ്പോൾ അതിനകത്ത് ഒന്നുകൂടെ നീറ്റിൽ കെട്ടി വെച്ചിട്ടുണ്ട്. അതും ഇനി ദിവസങ്ങളിൽ ഈർക്കിലാക്കണം എന്ന് പറഞ്ഞിട്ടുള്ള പ്ലാനിലാണ് കേട്ടോ. അതോടായാൽ മാത്രമാണ് ഇന്ന് ചീന്തേൻ്റെ കൂട്ടത്തിൽ ചേർന്ന് ഒരു ചൂലിനുള്ളതാവുള്ളൂ. അപ്പോൾ ദാ അതിനെല്ലാം കംപ്ലീറ്റ് അടുക്കി പെറുക്കി മഴ നനയാത്തതുപോലെ ടാർപ്പായൊക്കെ ഇട്ട് അടച്ച്, അതും പോരാത്ത ഇനിയിപ്പോൾ ടാർപ്പായ എങ്ങാനും കാറ്റിൽ പറന്നു പോയാലോ എന്ന് പറഞ്ഞ് അതിൻ്റെ മുകളിൽ വെയിറ്റൊക്കെ വെച്ച് ഭദ്രമായി കെട്ടി പൊതിന് സൂക്ഷിച്ച് വെച്ചു കേട്ടോ ആള്. പിന്നെ ഇപ്പം ഈ കാണുന്നത് അടുത്ത ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ. അന്ന് അമ്മയ്ക്ക് വളരെ കുറച്ചല്ലേ ഈർക്കിൽ ചീന്തിയെടുക്കാൻ പറ്റിയുള്ളൂ. പിന്നെ ഈ ദിവസം കൂടെ ചേർന്ന് ദാ ഏകദേശം ഒരു ചൂലിനുള്ളതായി. തലേ ദിവസത്തെയും ഈ ദിവസത്തെയും കൂടെ ചേർന്നപ്പോൾ ഒരു ചൂലിന്, നമ്മുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഒരു പിടി ഈർക്കിലായി. അപ്പോൾ അതിനെ രണ്ടിനെയും കൂടെ ചേർത്ത് ഒരു ചൂലാക്കിയിട്ട് ദാ കെട്ടിവെക്കുന്നുണ്ട്. ഈ ചൂലുകളൊക്കെ അമ്മ സമയം കിട്ടുന്ന സമയത്ത് ഓരോ ഓലകളായി ചീന്തിയെടുത്ത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ് കേട്ടോ. നമുക്കിവിടെ ഒരുപാട് മുറ്റുള്ളത് കൊണ്ട് തന്നെ അടിച്ച് അത് വേഗം തേഞ്ഞു പോവുകയും ചെയ്യും. മാത്രമല്ല എനിക്കും തന്നു വിടാറുണ്ടല്ലോ. അനിയത്തിക്കാണെന്നുണ്ടെങ്കിൽ അവളുടെ അമ്മ അവിടെ ഇതുപോലെ ഓല ചീന്തിയെടുത്ത് ചൂലുണ്ടാക്കാറുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതിനെല്ലാം കെട്ടി പൊതിഞ്ഞ് മഴ നനയാതെ ഭദ്രമായിട്ട് സൂക്ഷിച്ചും വെക്കും. മഴ നനഞ്ഞാൽ അത് ചതല് പിടിച്ച് പോവുകയും ചെയ്യുമല്ലോ. അപ്പോൾ അതിനെയും ഇതേപോലെ തന്നെ എല്ലാം കെട്ടി പൊതിഞ്ഞ് സൂക്ഷിക്കുകയും ചെയ്യും. ഇതെടുത്ത് വെച്ച് കഴിഞ്ഞിട്ട് വേണം ഇനിയിപ്പോൾ അടുത്ത പണി എന്താന്നുള്ളത് അമ്മയ്ക്ക് ആലോചിക്കാനായിട്ട്. അപ്പോൾ എന്തായാലും വീട്ടിൽ പോയ സമയത്ത് എടുത്ത അമ്മയുടെ വിശേഷങ്ങൾ അടങ്ങിയിട്ടുള്ള ഈ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. കൂടെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളെ കമൻറ്റ് ചെയ്യാനും വിട്ടുപോവല്ലേ കേട്ടോ. വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണും വരേക്കും ബൈ.